ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ചേർത്തേക്കുന്നത് എന്തൊക്കെ എന്നറിയാമോ? കുറച്ച് കടല, പൊരിക്കടല, കുറച്ച് കപ്പലണ്ടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തതാണ്. ശകല എണ്ണയും കൂടി അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇഡ്ഡലി ആക്കാൻ പോവുകയാണ്. കായപ്പൊടിയും കൂടിയാണ് ഇട്ടെങ്ങനെ കേട്ടോ. പിന്നെ കുറച്ച് ഒരു സ്പൂണ് എണ്ണയും ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഞാൻ വയ്ക്കട്ടെ. എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടയ്ക്കുകയാണ്. ഇനി വേവുമ്പോൾ കൂട്ടാനില്ലെങ്കിൽ കഴിക്കാം. അതിന് വേണ്ടിയാണ് ഇതെല്ലാം ചേർത്തത്. പച്ചമുളക്, ഇഞ്ചി, പിന്നെ കപ്പലണ്ടി, പൊരിക്കടല, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തതാണ്. ഓട്സ്, തേങ്ങയും കൂടി ചേർത്താൽ അടിച്ചത്. ഇഡ്ഡലിയാണ് വെന്തത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൽ ചേർത്തെങ്ങനെ എന്തെല്ലാമെന്ന് മനസ്സിലായില്ല. എന്തിനാണ് ഒന്ന് പറയട്ടെ. ഞാൻ ഇതിൽ ഓട്സ് ആണ് ഇതിൻ്റെ പ്രധാന. ഓട്സ്, തേങ്ങ, പച്ചമുളക്, പിന്നെ ഇഞ്ചി, കപ്പലണ്ടി, പൊരിക്കടല, കായപ്പൊടി എല്ലാം കൂടിയിട്ടാണ് അടിച്ചിട്ടാണ് ഒരു അരമണിക്കൂർ വച്ചിട്ടാണ് ഇത് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. കൂട്ടാനില്ലെങ്കിൽ ഇത് കഴിക്കാം. ഇതിലെല്ലാം ചേർത്തേക്കുന്നുണ്ട്. കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് ചട്നി ഇരിക്കാൻ. പിന്നെ ടൊമാറ്റോ ചട്നി ആണെങ്കിൽ കുറച്ചുകൂടി ടൊമാറ്റോയും ഉള്ളിയും പുതിയനയിലയും കൂടി ഇട്ടൊരു ചട്നി ഉണ്ടാക്കിയാൽ ഏറ്റവും സൂപ്പറായിരിക്കും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.